ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ഇസയും കൂടെ പുറത്തോട്ട് പോകണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്ത് പോകാറുണ്ട്. അത്യാവശ്യം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരും. അവനിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരാനും എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും അവനെയും കൂടെ കൂട്ടും. അങ്ങനെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളങ്ങനെ ഓട്ടോ കിട്ടി. ഇവിടെ പിന്നെ റിട്ടേൺ വരുന്ന ഓട്ടോ കാണും. അപ്പോൾ പിന്നെ അതിൽ കയറി ഒറ്റപ്പാലം വരെ പോകാൻ കരുതി. ഞാൻ മിക്കവാറും ഇസയ്ക്ക് ഡ്രസ്സൊക്കെ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ ഇപ്പോൾ സ്റ്റുഡിയോയിലൊന്നും മാക്സിലൊന്നൊക്കെ മേടിക്കാറുണ്ട്. എന്നാലും ഫസ്റ്റ് ക്രൈയിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവാണ്. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലബ് മെമ്പർ ആയ കാരണം അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈയുടെ ഔട്ട്ലെറ്റിൽ അങ്ങനെ ഞങ്ങൾ പോകാറില്ല, സ്റ്റോറിൽ. ക്ലബ് മെമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമുക്ക് കൂപ്പൺ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റോറിൽ തന്നെ വന്ന് റിഡീം ചെയ്യണം. നമുക്ക് ഓൺലൈനിൽ അത് റിഡീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് വന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ വി കെയർ എന്ന് പറഞ്ഞ മെഡിക്കൽസ് ഉണ്ട്. സംഭവം ഇവിടെ അത്യാവശ്യം എല്ലാ മെഡിസിൻസിനും റേറ്റ് കുറവാണ്. 10% or 15% എല്ലാ മെഡിസിൻസിനും റേറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമൊക്കെ ഇവിടെ അത്യാവശ്യം വേണ്ട മെഡിസിൻസൊക്കെ മേടിച്ച് വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിനി പച്ചക്കറിയും മീനും ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വള്ളുവനാട് വന്ന് പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ച് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ബസ് വന്നു. അങ്ങനെ വന്ന ബസ്സിൽ ചാടി കയറി. പക്ഷെ തിരക്കായിരുന്നു ബസ്സിൽ, ഫുള്ള് സീറ്റൊന്നുമില്ല. പക്ഷേ ഇസേനെ ഒരു അപ്പം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കയ്യിൽ. ആൾ മടിയിലിരുത്താമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവന് ഇരിക്കുന്നില്ല, നിൽക്കുന്നു പറഞ്ഞിട്ട് വലിയ ആൾക്കാരെ പോലെ അങ്ങ് പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ വീഴണ്ട പറഞ്ഞിട്ട് അപ്പൂപ്പൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പാല് മേടിക്കാൻ പോയി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പാല് മേടിക്കാൻ പോയി. അവൻ തന്നെ പൈസയൊക്കെ കൊടുത്തിട്ട് ബാക്കി ചേഞ്ചൊക്കെ മേടിച്ച് ബില്ലൊക്കെ മേടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പാല് മേടിക്കാനും കൊണ്ടു. ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ചോദിക്കും ഞാൻ പോകുമ്പോൾ എന്തേന്ന് കുട്ടീനെ കൊണ്ടുവരാത്തേ പറഞ്ഞിട്ട്. കാരണം ഇവൻ ഒരിടത്തും മിണ്ടാണ്ട് നിൽക്കുന്നില്ലേ പോകുമ്പോൾ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിത്തുള്ളി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ അത്യാവശ്യ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി. ഇത് വീടിൻ്റെ താഴെയുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ എത്തിപ്പോഴത്തേനും അവനിതേ സോഡ നാരങ്ങ വേണമെന്ന്. അങ്ങനെ ചേച്ചി സോഡ നാരങ്ങ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാലും പിന്നെ ഇവിടുത്തെ സ്ഥിരം സോഡ നാരങ്ങ കസ്റ്റമറാണ്. എൻ്റെ കൂടെ കൂടിയതിന് ശേഷം അവന് സോഡ നാരങ്ങ ലവറാണ്. എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും അവനപ്പോൾ സോഡ നാരങ്ങ വേണം. അങ്ങനെ ഈ സോഡ നാരങ്ങയോടുകൂടെ ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടികളും പര്യടനവും എല്ലാം അവസാനിച്ചിരിക്കുന്നു.